ഇതിനകത്ത് ഫൈനലി നമ്മുടെ ഡ്രീം ട്രിപ്പായ നമ്മുടെ ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള ഡേറ്റ് ഞാൻ വളരെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇന്നപ്പോൾ ഒഫീഷ്യലി നമ്മുടെ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. 9 ഡേയ്സിന്റെ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അധികം ഡ്രസ്സുകൾ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. അത് മാത്രമല്ല അവിടെ സമ്മർ സീസൺ കൂടെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ബോഡി ഓർഡർ ഉള്ള ഒരാളാണ് ഞാൻ. അത് കാരണം യൂസ് ചെയ്ത ഡ്രസ്സ് നമുക്ക് പിന്നെ വേറെ ദിവസം യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ കാര്യങ്ങളൊക്കെ ഒതുക്കി വെക്കാം. പ്രത്യേകിച്ച് ഓർഗനൈസേഴ്സും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. 2 പെട്ടികളും 2 ബാക്ക് പാക്സും ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പാക്കിങ്ങിന്റെ ഇടയിലൂടെ പറയാം. അപ്പോൾ എങ്ങോട്ടേക്കാണ് എവിടേക്കാണോ ഉള്ളത് ഞാൻ തൽക്കാലം ഇപ്പോൾ പറയുന്നില്ല. കാരണം നമ്മുടെ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. 18 വരെയാണ് നമ്മുടെ ഗിവ് അവേ വരുന്നത്. അപ്പോൾ അതിനുശേഷം കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. അങ്ങനെ നമ്മുടെ പാക്കിംഗ് ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുഞ്ഞിന്റെ ഡ്രസ്സാണ് കേട്ടോ വെച്ചോണ്ടിരിക്കുന്നത്. അപ്പൂന് ഓൾറെഡി വെച്ച് കഴിഞ്ഞു. അവൾ എക്സാം ആയതുകൊണ്ട് നേരത്തെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന്റെ ഡ്രസ്സൊക്കെ വെച്ചു. ഇനി നമുക്ക് ഇതിനകത്ത് ഡയപ്പർ വെക്കാനുണ്ട്, പിന്നെ വൈപ്സ്, പിന്നെ എന്താ ടിഷ്യൂ, അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഫിക്സ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ സാധനം നമ്മൾ വലിയവരുടെ പെട്ടി കേട്ടോ. ഇതിനകത്താണ് ഞങ്ങൾ രണ്ടുപേരുടെയും സാധനങ്ങൾ വെക്കുന്നത്. ഇതിനുള്ളിൽ പിള്ളേരുടെ സാധനങ്ങൾ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചേട്ടന് വളരെ കുറച്ച് ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ പെണ്ണുങ്ങൾ കൂടുതലായത് കാരണം ഞങ്ങൾക്ക് ഒരുപാട് ഡ്രസ്സുകൾ, പുള്ളിക്കാരന് 4-5 ഷർട്ട് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അറിയില്ല, ഈ സമയമാകുമ്പോഴത്തേക്കും എല്ലായിടത്തും വെക്കും എന്നുള്ളത് അറിയില്ല. എന്തായാലും ഞാൻ കുറച്ചധികം ഡ്രസ്സ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഇവിടെ വെക്കണോ എന്നുള്ളതാണ് എൻ്റെ കൺഫ്യൂഷൻ. ഇവിടെ തന്നെ വെക്കാം. കുറച്ച് ഡ്രസ്സുള്ളവർ ഇതിനകത്ത് വെച്ചോട്ടെ. എനിക്കൊരു അപ്പോൾ ഞാൻ കുറേ ഷോർട്സ് വാങ്ങിച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല, നമ്മുടെ സ്വന്തം സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഷോർട്സ് ഇടാൻ ചെറിയൊരു മടിയായിരിക്കും. പക്ഷെ പുറത്ത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഷോർട്സ് ഒരു മസ്റ്റ് ഹാവ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഷോർട്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഇടുമോ ഇല്ല എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്തായാലും നോക്കാം. കുറച്ച് ബീച്ചിലൊക്കെ പോകുന്നുണ്ടോ, കുറച്ച് ബീച്ച് ഷോർട്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഐശ്വര്യമായിട്ട് വെക്കാം. എല്ലാവരും കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഡ്രസ്സ് വാങ്ങിയെന്ന് തോന്നുന്നു ഞാൻ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഈ 9 ഡേയ്സ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഞാനിങ്ങനെ കണക്ക് കൂട്ടും. ഓരോ എവിടെയും പോകുന്ന സമയത്ത് കണക്ക് കൂട്ടും, എത്ര ഡ്രസ്സ് വേണമെന്നൊക്കെ ഇങ്ങനെ കൂട്ടും. അപ്പോൾ എന്തായാലും ഡെയിലി നമുക്ക് ടൂർ വേണമല്ലോ. നമ്മുടെ വീട്ടിലിടാനും, വീട്ടിൽ മീൻസ് ഹോട്ടലിൽ ഇടാനും, പിന്നെ പുറത്ത് പോകുമ്പോൾ ഇടാനും സംഭവമൊക്കെ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങൾ തന്നെ കൊണ്ടുപോകുന്നത്. ഇത് എയർപോർട്ടിൽ ഇടാൻ തോന്നുന്നു. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. ടാങ്ക് ടോപ്സ്, പിന്നെ ഞാൻ 2 ഫ്രോക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് വെക്കേണ്ടത് ജീൻസ് വെക്കാനുണ്ട്. പിന്നെ എന്താണ് കഴുകായിട്ട് എടുക്കണം. അപ്പൊ അത് എടുക്കണം. ഒരു ജീൻസ് ഇട്ടിട്ട് പോവാം. ഒരു ജീൻസ് 3 പാഡ്സ് വേണം, അത് ഞാൻ വെക്കുന്നുണ്ട്. പിന്നെ എന്താണ് പാൻറ്റി ലൈനേഴ്സ് നമുക്ക് ബാക്ക് പാക്കിനുള്ളിൽ വെക്കാം. കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. ലഗേജിൽ പെട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കിട്ടത്തില്ല. അത് കാരണം കുറച്ച് സാനിറ്ററി പാഡ്സ് നമ്മുടെ ബാക്ക് പാക്കിൽ വെക്കാം, കുറച്ച് നമ്മുടെ പാൻറ്റി ലൈനേഴ്സിന് കൂടെ വെക്കാം. പിന്നെ ഞാൻ 2 എന്റെ ക്രോഷേ ബാഗ്സ് വെക്കുന്നുണ്ട് കേട്ടോ. എന്റെ ഡ്രസ്സായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ക്രോഷേ ബാഗ്സ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണേ. അപ്പൊ ഇത് വെച്ചു കൊടുക്കാം.